പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേരള സന്ദർശനത്തിൽ മോദി കേരളത്തിലെ ജനങ്ങളോട് ഒരുപാട് ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടതായുണ്ട്. സംസ്ഥാനത്തോട് കേന്ദ്ര സർക്കാർ തുടരുന്ന സാമ്പത്തിക അവഗണനയെ ചൊല്ലി ശക്തമായ രാഷ്ട്രീയ പ്രതിഷേധം നേരത്തെ തന്നെയുണ്ട്. കേരളത്തിന് ഭരണഘടനാപരമായി അർഹതപ്പെട്ട നികുതി വിഹിതം കേന്ദ്രം പിടിച്ചുവെക്കുന്നതിലൂടെ സംസ്ഥാനത്തിന് പ്രതിവർഷം 24,000 കോടി രൂപയുടെ നഷ്ടമാണ് സംഭവിക്കുന്നത്. കേരളത്തിന് നൽകുന്ന കേന്ദ്ര വിഹിതത്തെ സഹായം എന്ന രൂപത്തിൽ അവതരിപ്പിക്കുന്ന സമീപനമാണ് വിമർശനങ്ങളുടെ കേന്ദ്രബിന്ദു. യാഥാർത്ഥ്യത്തിൽ കേന്ദ്ര സർക്കാർ ഇവിടെ നിന്ന് പിരിച്ചെടുക്കുന്ന നികുതിയുടെ ഒരു ചെറിയ വിഹിതം മാത്രമാണ് കേരളം തിരികെ ചോദിക്കുന്നത്, അതും ഭരണഘടനാപരമായ അവകാശമായതുകൊണ്ട്. ഇതെല്ലാം മറച്ചുവെച്ച് കണക്കുകൾ അവതരിപ്പിക്കുന്നത് പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണ്. നികുതി വിഭജനത്തിലെ വിവേചനത്തിന്റെ തെളിവുകൾ പറയുന്ന ഒരുപാട് കണക്കുകൾ ഇതോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ദി ഹിന്ദു ന്യൂസ് പേപ്പർ പ്രസിദ്ധീകരിച്ച ഡാറ്റാ പോയിന്റ് അനുസരിച്ച് കേരളത്തിൽ നിന്ന് കേന്ദ്രം പിരിക്കുന്ന ഓരോ 1 രൂപ നികുതിക്കും സംസ്ഥാനത്തിന് തിരികെ ലഭിക്കുന്നത് 57 പൈസ മാത്രമാണ്. അതേസമയം ബീഹാറിന് 1 രൂപ നികുതിക്ക് 7.6 രൂപയും ഉത്തർപ്രദേശിന് 2.73 രൂപയും തിരികെ ലഭിക്കുന്നുവെന്നാണ് ഔദ്യോഗിക കണക്കുകൾ. ഈ അസമത്വം ഫെഡറൽ സംവിധാനത്തിന്റെ ആത്മാവിനെയും സാമ്പത്തിക നീതിയെയും ചോദ്യം ചെയ്യുന്നതാണ്. കേരളം നൽകുന്ന നികുതിയിലാണ് രാജ്യത്തിന്റെ മറ്റ് സംസ്ഥാനങ്ങളിലെ വികസന ചെലവുകളുടെ വലിയ പങ്കും ആശ്രയിക്കുന്നത് എന്നിരിക്കെ സ്വന്തം ആവശ്യങ്ങൾക്കായി സംസ്ഥാനത്തെ സാമ്പത്തികമായി ശ്വാസം മുട്ടിപ്പിക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്നാണ് ആരോപണം. ഈ പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രി കേരളത്തിലെത്തുമ്പോൾ കേരളത്തിന് അർഹതപ്പെട്ട നികുതി വിഹിതം എന്തുകൊണ്ട് നിഷേധിക്കപ്പെടുന്നു എന്ന ചോദ്യത്തിന് വ്യക്തമായി മറുപടി നൽകേണ്ടതുണ്ടെന്ന ആവശ്യം ശക്തമാകുന്നത്. വികസന വാഗ്ദാനങ്ങളെക്കാൾ മുമ്പ് നികുതി നീതിയുടെയും ഫെഡറൽ തുല്യതയുടെയും വിഷയത്തിൽ കേന്ദ്ര സർക്കാർ നിലപാട് വ്യക്തമാക്കണമെന്ന രാഷ്ട്രീയ സമ്മർദ്ദമാണ് ഉയരുന്നത്.